ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 15 പുരുഷോത്തമയോഗം. ഇതിൽ ഒരു പ്രപഞ്ചഘടനയെല്ലാം ഇത് ബന്ധിപ്പിച്ചുകൊണ്ട് പുരുഷോത്തമം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ശക്തി വിശേഷം. ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, അതെങ്ങനെയാണോ പ്രപഞ്ചമായി മാറിയത്, അതിൻ്റെ അവസ്ഥയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് തന്നെ ഒരു ഭാവനയിലൂടെ കണ്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഭാവനയിലൂടെ മനസ്സിലാക്കാനേ പറ്റുകയുള്ളൂ. ഇപ്പം എന്താണ് പറയുന്നത് നോക്കാം. ഒന്നില് ഭഗവാൻ പറയുകയാണ്, അർജുനനോടാണ് പറയുന്നത്, ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ. അതിനെ ഒരു വലിയൊരു ആൽവൃക്ഷമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. ഈ സംസാരത്തിൻ്റെ ശാഖകൾ താഴെയും, ശാഖകൾ താഴെയാണുള്ളത്, വേര് മുകളിലാണുള്ളത്. ഈ സംസാരത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചുണ്ടായ ഈ വലിയൊരു സംസാരത്തിൻ്റെ അതൊരു വൃക്ഷന്മാരി ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ വേര് മുകളിലോട്ടാണ് വളരുക, കമ്പെല്ലാം താഴോട്ടാണ് വളരുക. അതൊരു നാശമില്ലാത്ത ഒരു ആൽവൃക്ഷമായിട്ട് ആണ്. അതൊരു നാശമില്ലാത്ത ആൽവൃക്ഷമാണ്. വേദങ്ങൾ അതിൻ്റെ ഇലകളാണെന്നും പറയപ്പെടുന്നു. ഈ വൃക്ഷത്തെ അറിയുന്നവൻ വേദങ്ങളെ അറിയുന്നവനാണ്. വേദങ്ങളിലെ പ്രപഞ്ച രഹസ്യം അറിഞ്ഞവന് മാത്രമേ ഈ വൃക്ഷത്തെപ്പറ്റി മനസ്സിലാവുകയുള്ളൂ. അപ്പം ഈ സംസാരമാകുന്ന ഈ വൃക്ഷം, പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ വൃക്ഷം, ഇതിൻ്റെ വേര് മുകളിലോട്ടും കമ്പ് ഇലയെല്ലാം താഴോട്ടുമാണ്. അതിലുള്ള ഇലകളെല്ലാം വേദങ്ങളാണ്. ആ വേദങ്ങളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഇതെന്താണ് പറയുന്ന ഈ മരം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം നമ്മളെ ചെടികളുടെ എല്ലാം വേര് താഴോട്ടേക്കാണ് പോകുന്നത്, കമ്പും ഇലയെല്ലാം മുകളിലോട്ടേക്കാണ്. പക്ഷെ ഇതിൻ്റെ നേരെ തലതിരിച്ചാണെന്നാണ് പറയുന്നത്, വേറെ അങ്ങോട്ടേക്കാണ്. കാരണം നമ്മളെ ഭൂമിയിലുള്ള ചെടികൾ, അതിലുണ്ടാകുന്ന ആൽമരമായാലും എന്തായാലും ഭൂമിയുടെ ആകർഷണം കൊണ്ട് വേര് അതിൻ്റെ സെൻറ്ററിലേക്കാണ് പോവുക, ആ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് പോവുക. അപ്പം വേര് നേരെ ഭൂമിയുടെ അടിയിലോട്ട് പോകും, ചെടി മുകളിലോട്ടേക്ക് പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ അകത്തേക്ക് താഴോട്ടേക്കാണ് വേര് പോകുന്നത്, ചെടികൾ മുകളിലോട്ട്, അതിൻ്റെ ബാക്കി ഭാഗം മുകളിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഈ വലിയ പ്രപഞ്ചമാകുന്ന ആൽമരം, ആ പ്രപഞ്ചമാകുന്ന ആൽമരം എന്ന് സംഭവിക്കുമ്പോൾ അതും ഒരു ചെടിയുടെ വിത്തിൽ നിന്നിങ്ങനെ വികസിച്ച് വന്നിട്ട് മറ്റേല്ലാം മുകളിൽ പോവുകയും വേര് താഴത്തേക്ക് പോകുന്നത് പോലെ അവിടെ വിത്ത് എന്ന്, പ്രപഞ്ചമുണ്ടായതിൻ്റെ വിത്ത് എവിടെയാണ്? ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഇത് മുളച്ചു വരുന്നത്. അപ്പം ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ആൽമരന്മാരിങ്ങനെ വികസിച്ച് 7 ലോകങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ചിത്രത്തിലൂടെ നമുക്ക് പ്രപഞ്ചഘടന പണ്ട് വേദത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്രപഞ്ചഘടന. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വലിയൊരു വട്ടത്തിലെടുത്താൽ അതിൻ്റെ അകത്ത് 1, 2, 3, 4, 5, 6, 7 ലോകങ്ങളുണ്ട്. നടുവിലുള്ളത് ഇതിനെയാണ് നടുവിലൊന്നുണ്ട്.
ഇത് ഓരോന്നിലും ഏഴുണ്ട്. ഇതിലും ഏഴുണ്ട്, ഇതിലും ഏഴ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേഴ്, 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 ഇതിലേഴ്. അങ്ങനെ 7 × 7 49 മരുത്തുക്കൾ ചേർന്നതാണ് പ്രപഞ്ചം. ഇതെല്ലാം വേദത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മാത്രമേ ഈ തത്വം മനസ്സിലാവുകയുള്ളൂ. അപ്പം പ്രപഞ്ചഘടന നമുക്കറിയാം. 7 എണ്ണമായിട്ട് 7 ലോകമായിട്ട് ആദ്യം തിരിച്ചു. 7 ലോകം. ഈ ഓരോ 7 ലോകത്തിലും 7 വെച്ചിട്ട് പിന്നെയും കുറേയുണ്ട്. അങ്ങനെ 7 7 49. അതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. ഇതിന് നമ്മളുള്ളത് ഇവിടെയാണ്. ഇതിൻ്റെ അകത്തുള്ള 7 1 ഇവിടെയാണ് നമ്മളുള്ളത്, ഭൂമി. ഈ ഭൂമിയെ സൗര സിസ്റ്റം. ഇതിൽ തന്നെ എത്രയോ സൂര്യന്മാരുള്ളതിൽ ഒരു സൂര്യനാണ് നമ്മളെ സൂര്യൻ. അതിലുള്ള ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. അപ്പോൾ ഈ മധ്യത്തിൽ നിന്ന് ഇങ്ങനെ ഇതൊരു ആൽമരന്മാർ വികസിച്ച് വരുമ്പോൾ അതിൻ്റെ വേര് എങ്ങോട്ടേക്കാണ് പോകുക? ഇതിൻ്റെ മധ്യത്തിലേക്കാണ്. ഇവിടെയല്ലേ ബ്രഹ്മം. ബ്രഹ്മം ഇവിടെയാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് ഇതിങ്ങനെ വികസിച്ച് വന്നത്. അപ്പം ബ്രഹ്മത്തിൻ്റെ നടു ഇവിടെയാണെങ്കിൽ ആ ബ്രഹ്മത്തിൽ നിന്നാണ് വികസിച്ച് വന്നത്. ഇതൊരു വലിയ മരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേരെങ്ങോട്ടേക്കാണ് പോവുക? ഈ വലുതിൻ്റെ കേന്ദ്രത്തിലേക്ക്. അപ്പം വേര് ഇങ്ങോട്ടേക്കും പോകും. കമ്പെല്ലാം വികസിച്ച് കമ്പ് എന്ന് പറയുന്ന ഈ മരുത്തുക്കൾ വികസിച്ച് ഇങ്ങോട്ടേക്കും പോകും. അതായത് ഇവിടെ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വേര് മുകളിലോട്ടേക്കും പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ നിന്ന് വേര് മുകളിലോട്ടേക്കാണ് പോകുന്നത്, സെൻറ്ററിലേക്ക്. തടിയെല്ലാം ഇങ്ങോട്ട് ഭൂമിയുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പം നമ്മുടെ ഭൂമിയിലുള്ള ചെടിയാണെങ്കിൽ അത് ഭൂമിൻ്റെ കേന്ദ്രത്തിലേക്കാണ് വേര് പോവുക. മറ്റേത് പുറത്തേക്ക് പോകുമെങ്കിൽ ഈ വലിയ വികസിച്ചു വന്ന വൃക്ഷത്തിൻ്റെ ആൽവൃക്ഷത്തിൻ്റെ വേര് പോകുന്നത് ഇതിൻ്റെ കേന്ദ്രത്തിലേക്കായിരിക്കും. അതായത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ആകാശത്തിലേക്ക് അതിൻ്റെ കേന്ദ്രത്തിലേക്കായിരിക്കും പോവുക. ചെടി ഇങ്ങോട്ടേക്ക് നമ്മുടെ അടുത്തേക്കാണ് വരിക. അപ്പം ഭൂമിയിൽ ചെടി അതിൻ്റെ സെൻറ്ററിലേക്കാണ് പോവുക. ചെടീൻ്റെ വേര് എതിരായിട്ട് കമ്പെല്ലാം പോകും. പ്രപഞ്ചത്തിലുള്ളപ്പോൾ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം മുഴുവനുള്ളപ്പോൾ അതിൻ്റെ സെൻറ്റർ വേറെ എവിടെയുമാണ്. അപ്പോൾ ആ ഇതൊരു ആൽമരമായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അതിൻ്റെ പേര് മുകളിലോട്ടേക്കാണ് പോവുക, താഴോട്ടേക്കാണ്. കമ്പുകളെല്ലാം താഴോട്ടേക്കാണ് പോവുക. നേരെ തിരിച്ചാണ്. ഏത് രൂപത്തിൽ സങ്കല്പിച്ചാൽ അതിനെ ഒരു ആൽമരമായിട്ട് സങ്കല്പിച്ചാൽ. ഇത് വേദത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. അതായത് പ്രപഞ്ച രഹസ്യം വേദത്തിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. ഇത് മനസ്സിലാകുന്നവരെ ഇതെന്താ സംഗതി എന്ന് പിടികിട്ടുള്ളൂ. ഇനി രണ്ടിലെന്ത് പറയുന്നു? ത്രിഗുണങ്ങളാൽ. അങ്ങനെ 3 ഗുണങ്ങളാലാണല്ലോ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. പോഷിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ശാഖകൾ 3 ഗുണങ്ങളാലാണ് ഇത് പോഷിപ്പിച്ചിട്ട് ഇങ്ങനെ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. 7 14 ലോകങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. മുകളിൽ ആകെ 49 മരുത്തുക്കളുണ്ട്. ഇതിൻ്റെ ശാഖകൾ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്നു. ഇതിൻ്റെ ശാഖ എന്നിട്ട് എല്ലാ ഭാഗത്തെയും പരന്നിട്ടുണ്ട്, ഒരു ഭാഗത്ത് മാത്രമൊന്നുമില്ല. ശാഖകൾ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്നു. അപ്പം താഴേക്ക് മാത്രമല്ല വരുന്നത്. നോക്കിക്കോ, ഇവിടെ നിന്നാലും ശാഖ ഇവിടുന്ന് വേരി ഇതിൻ്റെ അകത്തേക്ക് പോകും. ശാഖ പുറത്തേക്ക് വരുന്നു പറഞ്ഞാൽ ഇങ്ങോട്ടും പോകുമല്ലോ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ശാഖകൾ മുകളിലോട്ടേക്ക് പോകുന്നു. അപ്പം ശാഖകൾ മുകളിലേക്കും താഴേക്കും എല്ലാം പോകുന്നുണ്ട്. വിഷയങ്ങളാണ് അതിൻ്റെ തളിരുകൾ. അപ്പോൾ ആ വലിയൊരു ആൽമരത്തിൽ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ തളിരുകളാണ്. ഓരോ ഇലയും തളിര് പൊട്ടുമല്ലോ. അതാണ് നമ്മളിലുണ്ടാക്കുന്ന വിഷയങ്ങൾ. ആ വിഷയങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഓടി നടക്കുന്നത്. കർമ്മവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. കർമ്മവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വേര് കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ
ആ കേന്ദ്രത്തിലെ വേരുകൾ നമ്മളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് നമ്മളെ കർമ്മങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആ പ്രപഞ്ച സെൻറ്ററിലാണ് പ്ലാൻ ഉള്ളത്. അതിനാണ് പരമാത്മാവ് എന്നെല്ലാം പറയുന്നത്. ആ പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളും, അല്ലാതെ ഈ ചെറിയ ഭൂമിയിൽ വെച്ചല്ല തീരുമാനിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മൾ. ആ പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് നമ്മളും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം അതിൻ്റെ വേരുകളിൽ നമ്മളിലെല്ലാം കടഞ്ഞ്, വേരുകൾ എന്ന് പറഞ്ഞാൽ ആകർഷണമായിട്ട് ബന്ധപ്പെട്ട വേരുകൾ പോലെ ഇതെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ 3 മുതൽ 4 വരെയുള്ളതിൽ പറയുന്നു, ഇഹത്തിൽ അതിൻ്റെ രൂപവും ആദിയും അന്തവും അസ്തിത്വവും അറിയപ്പെടുന്നില്ല. നമുക്ക് അതിനെ, ആ വലിയ പ്രപഞ്ചത്തെ, അതിൻ്റെ അകത്തുണ്ടാകുന്ന സംഭവവികാസങ്ങളെ, അതിന് നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെയൊന്നും നമുക്ക് ഇഹലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. തീവ്ര വൈരാഗ്യം എന്ന ആയുധത്താൽ, അപ്പോൾ നമുക്ക് വിരക്തി വരുമ്പോൾ വൈരാഗ്യമാകുന്ന ആയുധം കൊണ്ട് അതിനെ എന്ത് വേണം? മുറിക്കണം. അപ്പോൾ ഇപ്പോൾ എന്ത് വേണം? അങ്ങനെയുള്ള വൈരാഗ്യമെന്ന ആയുധം, നമ്മളിൽ വൈരാഗ്യം ഉണ്ടാകണം. അത് ആയുധം എന്നെല്ലാം പറയുമ്പോൾ കത്തിന്നൊന്നും ചിന്തിച്ചേക്കരുത്. വൈരാഗ്യമുണ്ടായി വേരുറച്ചു പോയിരിക്കുന്നു, നമ്മെ എല്ലാം ബന്ധിപ്പിച്ച് കിടക്കുന്നു, നമ്മളെല്ലാം അതുമായിട്ട്, ആ മരവുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. ആ മരന്മാരെയാണ് ഈ ഉണ്ടായ പ്രപഞ്ചത്തെ മുഴുവൻ ചിത്രീകരിച്ചത്. അപ്പോൾ ആ മരത്തിലുള്ള ഒരംശമാണ് നമ്മൾ. അത് നമ്മൾ വേരിലൂടെ ആ ഭൂമിയുടെ, ആ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലുള്ള ബ്രഹ്മവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു മരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും അതിൻ്റെ വേരിലൂടെ ഭൂമിയായിട്ട് ബന്ധിപ്പിച്ചതുപോലെ ആ വലിയൊരു ആൽമരത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ. അതിൻ്റെ വേര് ആ മുകളിൽ ആ ബ്രഹ്മത്തിൻ്റെ കേന്ദ്രത്തിലാണുള്ളത്. അതുമായിട്ട് നമ്മളെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഫലമായിട്ട് നമ്മൾ സ്വതന്ത്രമല്ല. അതിൻ്റെ പ്രവർത്തനം അനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ അതിൽ നിന്നുള്ള ബന്ധം മുറിച്ചു മാറ്റണം. എങ്ങനെ മുറിച്ചു മാറ്റണം? ആ വേരുറച്ച ആൽവൃക്ഷത്തെ മുറിച്ചിട്ട് യാതൊരു പരമപദത്തെ പ്രാപിച്ചാൽ, എന്നിട്ട് ആ സ്വതന്ത്രമായി ആ ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കുക. ബ്രഹ്മം എന്ന് പറയുന്നത് അത് മാത്രമല്ലല്ലോ, ബ്രഹ്മം എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. ഈ ആൽമരത്തിൻ്റെ അപ്പുറവും ബ്രഹ്മമുണ്ട്. അപ്പോൾ നമ്മൾ ആ ബ്രഹ്മത്തെ പ്രാപിക്കണം. ഈ ആൽമരവുമായിട്ടുള്ള ബന്ധം, ഈ സംസാരവുമായിട്ടുള്ള ബന്ധം നമ്മൾ വേർപെടുത്തണം. ഈ സംസാരമാകുന്ന ആൽമരത്തിലാണ് നമ്മൾ ബന്ധിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ആ ആൽമരവുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രമാണ്. സ്വതന്ത്രമാകുമ്പോൾ അവിടെ ബ്രഹ്മം നിൽക്കുന്നുണ്ട് സ്വതന്ത്രമായിട്ട്. പിന്നെ ആ ബ്രഹ്മത്തിൽ നമുക്ക് ചേരാം. അപ്പോൾ യാതൊരു പരമപദത്തെ പ്രാപിച്ചാൽ പിന്നീട് തിരിച്ചു വരികയുള്ളയോ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതില്ല. പിന്നെ ജനന മരണമില്ല. ഈ ആൽമരത്തിൻ്റെ ഭാഗമായിട്ട് ഇലയായിട്ട് പൂവായിട്ടൊന്നും നമ്മൾ ജനിക്കണ്ട, കമ്പായിട്ടൊന്നും ജനിക്കണ്ട. ആ ശക്തിയെ നേടാൻ ശ്രമിക്കണം. അപ്പം ഈ മരമായത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. ബ്രഹ്മം പ്രപഞ്ചമായ ഒരു വലിയൊരു വൃക്ഷമായിട്ട് വളർന്നപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ. ചെറിയ കമ്പുകളാണ് ഇത്രയും വലിയ ലോകത്തിൽ. അപ്പം ആ ചെടിയിൽ നിന്ന് നമ്മൾ വേർപെടണം. ആ ചെടിയിൽ നിന്ന് വേർപെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബന്ധം മുറിക്കണം. എങ്ങനെ മുറിക്കണം? വൈരാഗ്യം വന്നു. വൈരാഗ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതിക ജീവിതത്തിൽ, ഈ പ്രപഞ്ച ജീവിതത്തിൽ താല്പര്യമില്ലാതെയായി മാറും.
അപ്പം ഈ ചെടിയായിട്ട് ബന്ധം നമ്മൾ വേർപെടുത്തും. ഈ ചെടി പോലെയുള്ള സംസാരമായിട്ട്, അതിനാണ് സംസാരവുമായിട്ടുള്ള ബന്ധം നമ്മൾ വേർപെടുത്തണം. അതാണ് ഈ മരമായിട്ട് വെട്ടുക എന്ന് ഒരു കവിഭാവനയിൽ പറയുന്നതാണ്. വെട്ടി മാറ്റിയാൽ എന്നിട്ട് ആ മരത്തിന് പുറത്ത് നിൽക്കുന്ന ശക്തി വിശേഷം എല്ലായിടത്തും ഉണ്ടല്ലോ, പുറത്തുകൊണ്ടല്ലോ ആ ശക്തി. അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അതിനെ നേടാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് പരമപുരുഷനെ പ്രാപിക്കാം. അപ്പം പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഒരു ഭാഗത്താണ് ഈ 49 മരുത്തുക്കൾ ചേർന്നിട്ടുള്ള 7 ലോകങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു മൂലക്കാണ് നമ്മളുള്ളത്. അതിനൊരു ചെടിയായിട്ട് ചിത്രീകരിച്ച് അതിങ്ങനെ വികസിച്ച് വരും, പിന്നെ ഉണങ്ങും, പിന്നെയും വികസിച്ച് വരും, പിന്നെ ഉണങ്ങും. അതിനനുസരിച്ച് നമ്മൾ ജനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നും അതിനെ സംസാരമായിട്ട് ചിത്രീകരിക്കുക. ആ സംസാര ബന്ധം നമ്മൾ മുറിച്ചാൽ അത് മുറിക്കണ്ടെങ്കിൽ വൈരാഗ്യം ഉണ്ടാകും. ഒരു കവിഭാവനയിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ ഈ പ്രപഞ്ചഘടനയെല്ലാം അതിലൂടെ ഈ ചെടി തലതിരിച്ചിട്ടാണ് വളരുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അത് മനസ്സിലാക്കണ്ടെങ്കിൽ വേദത്തിലൂടെ എന്ത് മനസ്സിലാക്കണം? പ്രപഞ്ചഘടന മനസ്സിലാക്കണം. ഞാൻ ചിലെന്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അഭിമാനം, മോഹം എന്നിവയിൽ നിന്നും അതിനെന്ത് വേണം? അഭിമാനമായ പ്രശ്നങ്ങൾ കളയണം, മോഹങ്ങൾ കളയണം. സംഗമമാകുന്ന ദ്വേഷത്തെ ജനിക്കും. ഈ സംഗമം പലതുമായിട്ടുള്ള ബന്ധം സത്സംഗം വേണമെന്നല്ല, സത്സംഗമൊന്നുമല്ല, സംഗമേ വേണ്ട. ഒന്നുമായിട്ട് നമ്മളെ മനസ്സ് ഒന്നും അടുക്കാൻ പാടില്ല. എല്ലാത്തിൽ നിന്നും വിരക്തി, സദാ ആത്മനിഷ്ഠ, ആത്മാവിൽ തന്നെ നമ്മളെ ചിന്ത പോവുക, കാമമില്ല, ഒന്നോടൊരു ആഗ്രഹമില്ലാതെ വരിക, സുഖദുഃഖാദികളിൽ മുക്തി. സുഖമായാലും ദുഃഖമായാലും നമുക്ക് ഒരു ദുഃഖവുമില്ല, രണ്ടും ഒരുപോലെ തന്നെ. വ്യാമോഹമില്ലാത്ത ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായാൽ ഈ സംസാര മരത്തിൽ നിന്നും നമുക്ക് വേർപെടാം, മുക്തി പ്രാപിക്കാം. എൻ്റെ 6 പറയുന്നു, സൂര്യചന്ദ്രന്മാർക്ക് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ഏതൊന്നിനെ, സൂര്യചന്ദ്രന്മാർക്ക് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത സംഗതി ഏതാണ്? ആ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൻ്റെ ശക്തിയാലാണ്, അതിൽ നിന്നുണ്ടായ സയൻസിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൂര്യനും ചന്ദ്രനും എല്ലാം വെളിച്ചം തരുന്നത്. സയൻസിൻ്റെ തത്വപ്രകാരം അതെല്ലാം ഉത്ഭവിച്ച ബ്രഹ്മത്താണ്. പക്ഷേ അതിനെ പ്രകാശിപ്പിക്കാൻ, കാരണം അതിന് രൂപവും ഭാവമില്ല. ഒരു വസ്തു പ്രകാശിക്കണ്ടെങ്കിൽ അവിടെയും സയൻസ് വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. നമുക്കൊരു വെളിച്ചം കാണണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് തട്ടിയിട്ടാണ് നമുക്ക് ആ വെളിച്ചം കാണാൻ പറ്റുന്നത്. നമ്മൾ മുറിയിലിരുന്നിട്ട് ചുറ്റും നോക്കുമ്പോഴും നമ്മൾ വെളിച്ചം എവിടെയാണ് കാണുന്നത്? ചുമരുമലാണ് കാണുന്നത്, അല്ലെങ്കിൽ നടുവിലുള്ള സ്പേസിൽ കാണുന്നില്ല. ഒരു വസ്തുവിൽ തട്ടുമ്പോഴാണ് അത് പ്രതിഫലിക്കുന്നത്. അപ്പം ബ്രഹ്മത്തിന് എന്തില്ല? രൂപവുമില്ല, ഭാവവുമില്ല, ഒന്നുമില്ലെങ്കിൽ പിന്നെ അതിനെങ്ങനെയാണ് പ്രകാശിപ്പിക്കുക? അപ്പോൾ അവിടെ സയൻസ് വെച്ചിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഇല്ലാതെ തന്നെ എങ്ങനെ നമ്മൾ പ്രകാശിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ രൂപവും ഭാവവും തന്നെ കാണിച്ചു തരാനേ വെളിച്ചത്തിന് കഴിയുകയുള്ളൂ. അപ്പം അതാണ് ഇവിടെ പറഞ്ഞ സൂര്യനും ചന്ദ്രനും പ്രകാശിപ്പിക്കാൻ കഴിയാത്തതും ഏതൊന്നിനെ പ്രാപിച്ചാൽ തിരിച്ചു വരില്ലയോ. നമ്മൾ ഏതോ ഒരു ബ്രഹ്മത്തിൽ പോയി ലയിച്ചാൽ അതിന് സമാനമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ലാതെയായി മാറുക. നമ്മൾ ഒരു ഗുണമില്ലാതെയായി മാറിക്കഴിഞ്ഞാൽ അതാണ് എൻ്റെ പരമപദം, അതാണ് എൻ്റെ സ്ഥാനം, അതാണ് ഞാൻ, അതാണ് കൃഷ്ണനാകുന്ന ഞാൻ, അതാണ് പരബ്രഹ്മം. എൻ്റെ സനാതനമായ അംശങ്ങളായ ജീവലോകത്തിൽ ജീവനിലൂടെ എന്ത് വേണം? ഈ ഇന്ദ്രിയങ്ങളെയും, നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എന്നിലേക്ക് ആകർഷിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അംശങ്ങളാണ് ഈ ശരീരവും മനസ്സുമെല്ലാം.
ആ ബ്രഹ്മത്തിൽ നിന്നാണ് നമ്മളൊന്നുണ്ടായത്. അപ്പം എൻ്റെ കൃഷ്ണൻ്റെ ആ ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണ് നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും അതിൻ്റെ അംശമാണ്. അതിലുള്ള അതിനാൽ ഉണ്ടാക്കിയ ഈ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമെല്ലാം കാണാനും കേൾക്കാനും എല്ലാം ഉപയോഗിക്കുന്ന അവയവങ്ങളും പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന അവയവം കൈയും കാലും എല്ലാം എന്തു വേണം? മനസ്സിന് സഹായത്തോടുകൂടി നിയന്ത്രിച്ച് എവിടെ കൊണ്ട് ഏൽപ്പിക്കണം? ആ ഉള്ളിലുള്ള ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കണം. അതായത് മനസ്സ് ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി നിർത്തണം എന്ന് തന്നെ ചുരുക്കം. എന്നിട്ട് മനസ്സിൽ ആ ബ്രഹ്മത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കണം. ഇനി എട്ടാമത്തേത്, അതിനെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈശ്വരൻ ശരീരത്തെ പ്രാപിക്കുമ്പോൾ ഈ ശരീരം ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ആ ഈശ്വരൻ ജീവാത്മാവ് നമ്മളിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ആദ്യം ശരീരം ഉണ്ടാക്കുന്നു, ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്കാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ലോഡ് ചെയ്യുന്നത്. അതുപോലെ ശരീരത്തിൽ ഈ ജീവാത്മാ പ്രവേശിക്കുന്നതും മരണസമയത്ത് അത് പുറത്തേക്ക് പോകുന്നത് ഏതുപോലെ എന്നാൽ, പുഷ്പത്തിൽ നിന്നും കാറ്റ് വന്ന് സുഗന്ധം എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ്. അപ്പം നമ്മളിലേക്ക് ആ പ്ലാൻ നമ്മളെ ഹൃദയത്തിലേക്ക് കയറി വരുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുന്നത് പോലെ പൂവിൽ നിന്നും സുഗന്ധം കാറ്റെടുത്ത് കൊണ്ടുപോകുന്ന പോലെയാണ് ഇത് സംഭവിക്കുന്നത്. ആ പ്രോഗ്രാം നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ പ്രോഗ്രാം നമ്മളെ ഹൃദയത്തിലേക്ക് കയറി വരുന്നുണ്ട്. മരണസമയം അത് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഏത് സുഗന്ധം പോകുന്ന പോലെ. സുഗന്ധത്തെ കാണാൻ പറ്റില്ലല്ലോ, അതുപോലെ ഇനിയും കാണാനൊന്നും പറ്റില്ല. ഓരോ ഉദാഹരണം വെച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ ജീവാത്മാവ് നമ്മളിലേക്ക് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അതൊരു പ്രേരക ശക്തിയാണ്, കാണാനൊന്നും പറ്റുന്ന സാധനമല്ല. അതുകൊണ്ടാണ് സുഗന്ധത്തെ കാറ്റ് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പൂവിൽ നിന്ന് മണക്കുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ എങ്ങനെയും മണം വരുന്നത്? കാറ്റ് അവിടെ വന്ന് അതിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ എല്ലാം ആക്കുന്ന മാതിരിയാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതും സംഭവിക്കുന്നത്. എന്നിട്ട് 9 പറയുകയാണ്, ഈ ജീവൻ, അങ്ങനെയാണ് നമ്മളെ ഉള്ളിലേക്ക് ജീവൻ കയറി വരുന്നത്. ജീവൻ എന്ന പ്രതിഭാസം, ആ ജീവൻ എന്ന് പറയുന്നത് നാഡികളിലൂടെയുള്ള സ്പന്ദനങ്ങളിലൂടെയാണ് ജീവൻ ഉണ്ടാകുന്നത്. നമ്മളെ നാഡികളിലൂടെ ഹൃദയവും ബുദ്ധിയുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇൻ്ററാക്ഷനിലൂടെയാണ് ഞാൻ എന്ന വികാരം ഉണ്ടാകുന്നത്. ആ ഇൻ്ററാക്ഷൻ നാഡികളിലേക്ക് വരുന്നത് ഗ്രഹങ്ങളിൽ നിന്നാണ്, ആ സമയത്ത് മുകളിൽ നിന്നാണ്. ഈ 17 ലോകങ്ങളുള്ളതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഒരു പ്ലാനുണ്ട്. ആ പ്ലാനാണ് നമ്മളിലേക്ക് സമയത്തുമ്പോൾ ഒരു പ്ലാന് നമ്മളുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നുണ്ട്. അത് ഗ്രഹങ്ങളിലാണ് ആ പ്ലാൻ ഉള്ളത്. അതാത് സമയങ്ങൾ അതൊരു ബലം നമ്മളെ നാഡികളിലൂടെ സ്വാധീനിക്കുന്നുണ്ട്. സമയവുമായി ബന്ധിപ്പിച്ച് ഗ്രഹങ്ങളുടെ ചലനമാണ് സമയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിനനുസരിച്ച് നമ്മളെ നാഡികളിലൂടെ ഹൃദയത്തിൽ വന്ന് ഹൃദയത്തിൽ നിന്ന് തലച്ചോറുമായിട്ട് ഉള്ള ഇൻ്ററാക്ഷനിലൂടെയാണ് ഞാൻ എന്ന വികാരവും ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിലൂടെയാണ് അതിനു വേണ്ട സന്ദേശങ്ങളെല്ലാം കണ്ണിലൂട്ടി മുക്കിലൂട്ടി എല്ലാം കിട്ടുകയാണ്. അതിനനുസരിച്ചാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവൻ വെക്കുന്നത്. ആ ജീവൻ ചെവി, കണ്ണ്, ത്വക്ക്, നാക്ക്, മൂക്ക്, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിച്ചു വെക്കുക. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സിനെയും ആശ്രയിച്ചിട്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നു. അപ്പം വിഷയങ്ങൾ ഓരോന്ന് കാണുമ്പോൾ മനസ്സ് അതിനനുസരിച്ച് ആക്ട് ചെയ്തിട്ടാണ് വിഷയങ്ങളെ, ഓരോ വിഷയങ്ങളെയും അനുഭവിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഒരു വിഷയം നമ്മളെ മനസ്സിൽ കയറി വരും. അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യും. 10
10 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീരം വിട്ടുപോകുന്നതോ, ഇത് ശരീരം ഇങ്ങനെ ഒന്ന് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. ഒരു ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. ജീവനെ പ്രേരിപ്പിക്കുന്ന ഒരു സിഗ്നൽ സിസ്റ്റം നമ്മിലേക്ക് വരുന്നുണ്ട്. ഒരു റേഡിയോ വർക്ക് ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ അതിൻ്റെ അകത്ത് വന്നിട്ടാണ് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. റേഡിയോ വർക്ക് ചെയ്യാതെ സിഗ്നൽ വരുന്നില്ല. അതുപോലെ ഒരു ബലം നമ്മുടെ നാഡികളിലൂടെ, അതെല്ലാം പിന്നീട് വേദത്തിലൂടെ ഏതാണ് നാഡി, എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നതെല്ലാം പിന്നീട് കാണാം. അപ്പം ഗ്രഹങ്ങളിലുള്ള ഈ ലോകത്തിലെ സംസാരമാകുന്ന ആ വൃക്ഷത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. അതിലൂടെ നമ്മളെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ ഒരു സിഗ്നല് നമ്മളെ ഹൃദയത്തിൽ വന്ന് ജീവന് പ്രദാനം ചെയ്യുന്നു. അത് വിട്ടുപോകുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അത് വിട്ടുപോകുന്നതോ ശരീരത്തിൽ അങ്ങനെ ഇരിക്കുന്നതോ അത് തന്നെയാണ് വിഷയങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഗുണങ്ങളോട് കൂടിയിരിക്കുന്നതോ ആയ ഈ ജീവനെ അജ്ഞാനികൾ അറിയുന്നില്ല. പക്ഷേ അതിനെ സാധാരണക്കാരന് മനസ്സിലാകുന്നില്ല. അതാണ് യുക്തിവാദത്തിലേക്കെല്ലാം നയിക്കുന്നത്. ഒരു ശക്തി നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഒരു വലിയ വടവൃക്ഷം മാതിരിയുള്ള ഒരു വൃക്ഷത്തിൻ്റെ ഇലയോ ചെറിയൊരു അതിൻ്റെ എന്തുവാണ് നമ്മൾ. നമ്മൾ ആ വൃക്ഷവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അതിന് വേണ്ട ധർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ഇല ആ ചെടിക്ക് വേണ്ട ധർമ്മമാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളും ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ കർമ്മങ്ങളുടെ ഭാഗമായിട്ട് ഓരോ ധർമ്മം ചെയ്യാനുള്ള ജീവനാണ് നമ്മളിലേക്ക് വരുന്നതും അത് കർമ്മം ചെയ്തിട്ട് ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ബലം അവിടെ നിന്ന്, അതൊരു ബലമാണ്. ഇപ്പം ആകർഷണ ബലമാരിയുള്ളൊരു ബലം തന്നെയാണ്. അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് കാണാം. നാഡികളിലൂടെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം അതിനെ അജ്ഞാനികൾ അറിയുന്നില്ല. ജ്ഞാനദൃഷ്ടിയുള്ളവർ മാത്രം ഇതിനെ അറിയുന്നു. അത് ജ്ഞാനദൃഷ്ടിയുള്ളവർക്ക് മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. 11 സിദ്ധികൾക്ക് ശ്രമിച്ച യോഗികൾ ഈ ജീവനെ കാണുന്നു. പക്ഷേ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന യോഗികൾക്ക് ഈ ജീവനെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ജീവനുണ്ട് എന്നുള്ള സാധനം കാണുക എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണിയല്ല, ദീർഘദൃഷ്ടിയോടെ. നേരത്തെ പറഞ്ഞല്ലോ, ജ്ഞാനദൃഷ്ടിയുള്ളവർക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രപഞ്ചവുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവനല്ല അതിൻ്റെ ഭാഗമായിട്ട്, അതാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യുന്ന. ആവശ്യം കഴിയുമ്പോൾ അത് തിരിച്ചു പോവുകയാണ് എന്ന സത്യം ജ്ഞാനദൃഷ്ടിയുള്ള യോഗികൾ എന്ന് പറഞ്ഞാൽ അതിനായിട്ട് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ, അല്ലാതെ ഈ വികാര വിചാരണങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അതാണ്. അതിൽ അടിമപ്പെട്ട് പ്രതികരിച്ച് നടക്കുന്നവർക്കൊന്നും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കേണ്ടിട്ട് നമ്മൾ തന്നെ സംയമനം പാലിച്ച്, അതാണ് നമ്മളെ കൊണ്ട് എല്ലാം കലക്കി മറിക്കുന്നത്. പക്ഷേ നമ്മൾ തന്നെ കുറേ നിയന്ത്രിച്ച് അത് കലക്കാതെ ഒരവസ്ഥ വരികയാണെങ്കിൽ ശാന്തമായിരുന്നിട്ട് നമുക്കതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിത് കാണുന്നതനുസരിച്ച് ഓടാനേ നേരം ഉണ്ടാവും. അനധികാരികളായ മൂഢന്മാർ ഇതിനെ കാണുന്നില്ല. മൂഢന്മാരായവർ, അവർക്കിതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും സൂക്ഷ്മമായ ജ്ഞാനത്തോടെ, ജ്ഞാനദൃഷ്ടിയോടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയൊന്നുണ്ട്. ഈ ലോകത്തിലെല്ലാം പ്രകാശിക്കുന്ന 12 പറയുകയാണ്, സൂര്യൻ്റെ തേജസ്സും അഗ്നിയുടെ തേജസ്സും ചന്ദ്രൻ്റെ തേജസ്സുമെല്ലാം ഞാൻ തന്നെയാണ്. അപ്പം നമ്മൾ തേജസ് എന്ന് പറയുമ്പോൾ ആ പ്രകാശം മാത്രം, ആ പ്രകാശിക്കുന്നതും ഞാൻ തന്നെയാണ്. പക്ഷേ ഈ ഗ്രഹങ്ങളെല്ലാമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഈ ഗ്രഹങ്ങൾ അതിൻ്റെ ആകർഷണ ബലത്തിലൂടെ, നമ്മുടെ നാഡീ സിസ്റ്റത്തിലൂടെ നമ്മളെ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. നമ്മൾ ജനിക്കുമ്പം ശരീരം എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കുന്നുണ്ട് ഒരു പ്രോഗ്രാം നമ്മളെ ജനിതക ഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരുന്നു.
ആ പ്രോഗ്രാം അനുസരിച്ചാണ് നമ്മളെ വളർച്ച, ബുദ്ധി, ഏത് അവയവം സ്ട്രോങ് ആകണം, എന്ത് രൂപം വേണം, ആ പ്രോഗ്രാം അനുസരിച്ചാണ്. ഇവൻ ബുദ്ധിയുള്ളവനായിട്ട് വരണോ, കലാകാരനായിട്ട് വരണോ, നല്ല ധീരനായിട്ട് വരണോ, നല്ല ജനിതക ഘടന അനുസരിച്ചാണ് നമ്മൾ ഡെവലപ്പാകുന്നത്. ഡെവലപ്പായതിൻ്റെ ശേഷം എന്തിനു വേണ്ടിയാണ് ഡെവലപ്പാകുന്നത്? കർമ്മം ചെയ്യാൻ. ഡെവലപ്പായതിൻ്റെ ശേഷം കർമ്മം ചെയ്യാൻ പ്രപഞ്ചമാകുന്ന അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. അതാണ് മാസ്റ്റർ പ്ലാൻ. ആ പ്ലാൻ ഗ്രഹങ്ങളിലൂടെയാണ് നമ്മളേക്ക് ഹൃദയത്തിലേക്ക് വന്ന് ഇൻ്ററാക്ട് ചെയ്യുന്നത്. ഈ ജനിതക ഘടനയിലുള്ളത് ശാസ്ത്രലോകം കണ്ടെത്തി, ഇത് കണ്ടെത്തിയിട്ടില്ല. അതിനെപ്പറ്റി വേദം കുറച്ചുകൂടി വിസ്തരിച്ച് പിന്നീട് പറഞ്ഞുതരും. അപ്പോൾ നമുക്കത് കാണാം. എൻ്റെ 13 പറയുന്നു, ഞാൻ ഓജസ്സായി ഭൂമിയിൽ പ്രവേശിച്ച്, അപ്പോൾ ആ ശക്തി വിശേഷം ഗ്രഹങ്ങളിലൂടെ ഭൂമിയിൽ പ്രവേശിച്ച് ജീവജാലങ്ങളെ നിലനിർത്തുന്നു. അപ്പം നമ്മളെ ജീവജാലങ്ങളെ നിലനിർത്തുന്ന ആ ജീവൻ നിലനിർത്തുന്നതിന് പിന്നിലുള്ള ശക്തി ആ ശക്തി വിശേഷമാണ്. ആവശ്യമുള്ള കാലത്തോളം ജീവനെ നിലനിർത്തും. അതിനാവശ്യം കഴിയുമ്പോൾ ജീവനെ നിലനിർത്താതിരിക്കും. അപ്പം അതാണ് നിലനിർത്തുന്നത്. ജീവൻ എത്ര കാലം ജീവിക്കണം, അതെല്ലാം കർമ്മം അനുസരിച്ച് അതാണ് ജീവനെ നിലനിർത്തുന്നത്. അതിന് നമ്മൾ വിചാരിച്ച് അതിനെ മാറ്റാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലും സ്വയം തന്നെ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മളെ ജോലി കഴിഞ്ഞത് കൊണ്ട് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുക. അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് ജ്ഞാനദൃഷ്ടിയുള്ളവർക്ക് പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം, എങ്ങനെയാണ് ഈ പ്രപഞ്ചം വർക്ക് ചെയ്യുന്നത്, ഇത്രയും നമ്മളെ ജനിതക ഘടനയിൽ ഇത്രയും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന കർമ്മങ്ങളെയും കൺട്രോൾ ചെയ്യാനൊരു പ്രോഗ്രാം അവിടെ ഉണ്ടാകണം. അല്ലാതെ ഒന്നും തോന്നുന്ന മാതിരി പോവുകയല്ല. എന്നിട്ടോ രസാത്മകമായ ചന്ദ്രനായി എല്ലാവിധ സസ്യങ്ങളെയും പോഷിപ്പിക്കുന്നു. സസ്യങ്ങളെ പോഷിപ്പിക്കുന്നതിൽ ചന്ദ്രന് വലിയ പങ്കുണ്ട്. നമ്മൾ സസ്യങ്ങൾ വളരുന്നതിന് സൂര്യൻ്റെ സൂര്യപ്രകാശം കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതെന്നല്ലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് സത്യം തന്നെയാണ്. പക്ഷേ ചെടികളുടെ വളർച്ചയെല്ലാം ചന്ദ്രനിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വളർച്ചയെല്ലാം ചന്ദ്രനിലൂടെയാണ് നടക്കുന്നത്. നമ്മുടേത് ആ ശക്തി വിശേഷം ഗ്രഹങ്ങളിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ചന്ദ്രനിലൂടെയാണ്. ചന്ദ്രന് ചെടികളുമായിട്ട് വലിയ ബന്ധമുണ്ട് ജ്യോതിഷപ്രകാരം. അപ്പം ചെടികളിലെല്ലാം സ്വാധീനിക്കുന്നത് ചന്ദ്രനിലൂടെയാണ്. 14 എന്ത് പറയുന്നു? ഞാൻ പ്രാണികളുടെ ശരീരത്തിൽ അഗ്നിരൂപത്തിൽ ഇരുന്ന്. ഇവിടെ നമ്മളെ ശരീരത്തിൽ അഗ്നിരൂപത്തിലിരുന്ന്, നമ്മളെ ശരീരത്തിൽ അഗ്നി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവനുള്ളത്. ചത്തോന്ന് നോക്കാൻ വേണ്ടി കൈ പിടിച്ച് നോക്കുമോ, തണുത്ത് പോയി, ഇവൻ്റെ കാറ്റ് പോയി. അപ്പോൾ ഇവിടെ അഗ്നിരൂപത്തിൽ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? ഈ ശക്തി വിശേഷമാണ്. ഇരുന്ന് പ്രാണൻ, അപാനൻ എന്നിവയോട് ചേർന്ന് അതിലോടുകൂടിയാണ് ശ്വാസം. പ്രാണൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ശ്വാസം മാത്രമല്ല, നാഡികളിലൂടെ പ്രയോഗിക്കുന്ന സിഗ്നൽ സിസ്റ്റത്തെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. പ്രാണനോ അപാനൻ അത് നാഡികളിലൂടെ സഞ്ചരിക്കുന്നതാണ്. അല്ലാതെ മൂക്കിലൂടെ വലിച്ചെടുക്കുന്ന വായുവല്ല. വായു പോലെയുള്ള സംഗതി, സിഗ്നൽസ് എല്ലാം വായു പോലെ അദൃശ്യമാണ്, സഞ്ചരിക്കുന്നുണ്ട് നാഡികളിലൂടെ. അപ്പം നാഡികളിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്. എന്നിട്ട് അതാണ് 4 തരത്തിലുള്ള ഭക്ഷണത്തെയും പോഷിപ്പിക്കുന്നത്. ഭക്ഷണവും 4 തരമായി തിരിച്ചിട്ടുണ്ട്. ആധുനിക സയൻസിലൂടെ നോക്കിയാൽ മതി. പ്രധാനപ്പെട്ട 4ആയിട്ട് തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെയും തരംതിരിക്കുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം കാണുക. കാറ്റഗറി തിരിക്കുമ്പോൾ, ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഓരോ ആൾ ഓരോ മാനദണ്ഡം പോവുക. എന്നാൽ പ്രധാനപ്പെട്ട 4ആണ്. ഒന്ന് ശരീരം വളരാനുള്ളത്, ഊർജത്തിനുള്ള, അങ്ങനെ വ്യത്യസ്തമായിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ, മരുന്നുകളെല്ലാം. അപ്പോൾ ഇനി
ശരീരത്തിൽ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാനാണ് ശ്രമിക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നുണ്ട്? നാഡികളിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്. പ്രാണന് അപാനനിധി വായുകൾ നാഡികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ നാഡികളാണുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഭക്ഷണമെല്ലാം ദഹിക്കുന്നത്. ദഹിച്ചിട്ടുണ്ടാകുന്ന ഊർജമാണ് ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നത്. ഇനി 15 ഞാൻ സർവരിലുമുള്ള ഹൃദയത്തിലിരുന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ. അപ്പം ഇതിൻ്റെ കേന്ദ്രം എവിടെയാണ്? ഹൃദയത്തിലാണ്. ഹൃദയത്തിലിരുന്ന് ഓർമ്മ, അറിവ്, മറവി എന്നിവയുണ്ടാക്കുന്നു. നമ്മുടെ വിചാരങ്ങളെല്ലാം ഹൃദയത്തിലിരുന്നു കൊണ്ടാണ് നമുക്ക് വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് നാഡികളിലൂടെ തലച്ചോറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഇൻ്ററാക്ഷനിലൂടെ, അതായത് പുറത്തു നിന്നും വരുന്ന ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചുള്ള സ്വാധീനം നമ്മുടെ നാഡികളിലൂടെ സഞ്ചരിച്ചിട്ട് ഹൃദയത്തിലെത്തുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നത് തലച്ചോറുമെല്ലാമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് ഹൃദയത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലേക്ക് ആ നാഡികളിലൂടെ ചിലതരം സിഗ്നലുകൾ സഞ്ചരിക്കുമ്പോഴാണ് വിചാരങ്ങൾ, ഓർമ്മ, അറിവ്, മറവി എന്നിവയെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള വികാരങ്ങളെല്ലാം തന്നെ അതെല്ലാം എങ്ങനെ അറിയണം? വേദത്തിലൂടെ അറിയേണ്ടവൻ ഞാനാണ്. ഈ സത്യത്തെ വേദങ്ങളിലൂടെ മനസ്സിലാക്കണം. വേദത്തിലൂടെ, നാഡികളിലൂടെ എങ്ങനെയാണ് ഗ്രഹങ്ങൾ സ്വാധീനിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം വേദത്തിലൂടെ മനസ്സിലാക്കണം. വേദാന്തത്തിൻ്റെ കർത്താവും ഞാനാണ്. ആ വേദ തത്വങ്ങളെല്ലാം, ആ ശാസ്ത്ര തത്വങ്ങളെല്ലാം അതിൻ്റെ കർത്താവും ഞാൻ തന്നെയാണ്. ഇപ്പം വലിയൊരു പ്രപഞ്ച ശാസ്ത്ര രഹസ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ശാസ്ത്രതത്വം ഉണ്ടാക്കിയതും എന്നിൽ നിന്നാണ് അത് ഉത്ഭവിച്ചത്. പ്രപഞ്ചമുണ്ടാക്കുമ്പോൾ ആദ്യം സയൻസ് ഉണ്ടാക്കി. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൃഷ്ടിക്രമം മുഴുവൻ നടപ്പാക്കിയിരിക്കുന്നത്. അതെല്ലാം ഏതിലൂടെ മനസ്സിലാക്കണം? വേദത്തിലൂടെ മനസ്സിലാക്കണം. വേദജ്ഞനും ഞാൻ തന്നെ. ഇതെല്ലാം അറിയുന്ന ആ സംഗതിയും ഞാൻ തന്നെയാണ്. ആരെയും? ബ്രഹ്മം. അല്ലാതെ കൃഷ്ണൻ എന്ന് പറഞ്ഞ കഥയിലുള്ള കക്ഷിയല്ല ഈ പറയുന്നത്. ഇതെല്ലാം ബ്രഹ്മവുമായിട്ട് ഉയർന്ന നിലയിലുള്ള ഭക്തരാണ്. അല്ലാതെ കുരുക്ഷേത്രത്തിൽ കിടന്നിട്ട് കാലവും ഞാനാണ്. അപ്പോൾ അവിടെ കാലമായി വന്നതും ഞാനാണ്. പക്ഷേ ഞാൻ യഥാർത്ഥത എന്താണ്? ബ്രഹ്മമാണ്. 16 പറയുന്നു, നാശമുള്ളവൻ, നശിക്കാത്തവൻ, നാശമില്ലാത്തവൻ. ഇങ്ങനെ 2 പുരുഷന്മാർ ലോകത്തുണ്ട്. ഈ ലോകത്തിൽ നശിക്കുന്നതുമുണ്ട്, നശിക്കാത്തതുമുണ്ട്. അപ്പം ജീവജാലങ്ങളിൽ എല്ലാ ജീവജാലങ്ങളും നശിക്കുന്നതാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ഇപ്പം നമ്മൾക്ക് നാശമുണ്ട്. നമുക്ക് നാശമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നാശമുണ്ട് എന്ന് ചിന്തിക്കണം. ആത്മാവായ കുടസ്ഥൻ അനശ്വരനാണ്, നശിക്കാത്തതാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയറാണ്. അപ്പം കമ്പ്യൂട്ടറെല്ലാം അതിനെപ്പറ്റിയെല്ലാം വർക്ക് ചെയ്യുന്നവർക്കറിയാം. ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ അകത്ത് ഇരുന്നിട്ടാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ശരീരത്തെ നിയന്ത്രിക്കേണ്ടിക്ക് ഒരു പ്ലാന് വേണം. ഒരു പ്ലാൻ അനുസരിച്ച് അതിൻ്റെ പിന്നിൽ ഒരു പ്രേരക ശക്തി ഉണ്ടാവും. നമ്മൾ വളരുന്നത് തന്നെ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ്. ജനിക്കുമ്പം തന്നെ നമ്മൾ ജനിതക ഘടനയിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഒരു പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മളെ വളർച്ച. നമുക്ക് ബുദ്ധി ഉണ്ടാകണം, കലാവാസന ഉണ്ടാകണം, എല്ലാം തീരുമാനിക്കുന്നത് അതിൽ നിന്നാണെന്ന് വരുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ നമ്മളെ കർമ്മങ്ങൾ, ഈ ശരീരത്തിൻ്റെ പുതിയ കർമ്മങ്ങൾ നടത്താനുള്ള ഒരു പ്ലാന് നമ്മുടെ ഉള്ളിലുണ്ട്. അത് പ്രപഞ്ച പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ പ്ലാന് വരുന്നത് പുറത്തുനിന്നാണ്. അത് ഗ്രഹങ്ങളിലൂടെയാണ് വരുന്നത്. അതെന്നിട്ട് നമ്മളെ ഹൃദയത്തിൽ
സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ കേന്ദ്രമാക്കിക്കൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, ആ പ്ലാൻ. അപ്പം അതിനാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജീവാത്മാവ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനെന്ന വ്യക്തി എന്ത് കർമ്മം ചെയ്യണം, പ്രമോദ് എന്ന വ്യക്തി എന്ത് കർമ്മം ചെയ്യണം. ലോകത്തിനൊരു പ്ലാനുണ്ട്, ലോകം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, അതിലൊരു ജോലി ചെയ്യാനാണ് എന്നെ ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് പ്രമോദ് ചെയ്യേണ്ട ചില ജോലികളുണ്ട്, അത് മാത്രമുള്ള പ്ലാനാണ് ജീവാത്മാവ്. ഏതുപോലെ എന്നാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ വിൻഡോസ് ലോഡ് ചെയ്യുന്നു. പക്ഷെ വിൻഡോസിന് കുറേ കഴിവുകളുണ്ട്, പല കർമ്മങ്ങളും ചെയ്യാനുള്ള കഴിവ് വിൻഡോസിനുണ്ട്. പക്ഷേ നമ്മളെ കമ്പ്യൂട്ടറിന് അങ്ങനെയൊന്നും ആവശ്യമുണ്ടല്ലോ, നമുക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ വിൻഡോസിനുള്ള എല്ലാ കഴിവുകളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്കതിലൊരു ചെറിയ ഭാഗമേ വേണ്ടൂ, നമുക്കാവശ്യമുള്ളത് മാത്രം. അതിനെ ജീവാത്മാവ് എന്ന് പറയാം. പക്ഷേ പുറത്തുള്ള വലുതിനെ ജീവാത്മാവ് എന്ന് പറയരുത്. ഇപ്പം ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാം. അതുപോലെ എന്നിലും ലോകത്തിന് മുഴുവൻ ഒരു പ്ലാനുണ്ട്, അതിൽ പ്രമോട്ട് ചെയ്യേണ്ട ജോലിയുടെ ഒരു പ്രോഗ്രാം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അത് അനശ്വരനാണ്. ശരീരം നശിക്കും, പക്ഷെ അത് നശിക്കില്ല. എന്തുകൊണ്ട്? നമ്മളിപ്പം കമ്പ്യൂട്ടറിൽ തന്നെ, കമ്പ്യൂട്ടറിൽ ആ സോഫ്റ്റ്വെയർ നശിക്കൂ, നമ്മൾ പറയായിരിക്കും വൈറസ് ഒപ്പിച്ചാൽ നടക്കും. അത് ഈ കമ്പ്യൂട്ടറിലാണ് നശിക്കുന്നത്, ആ സോഫ്റ്റ്വെയർ പുറത്തുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് പുറത്തുണ്ട്, ഇവിടെ നശിച്ചിട്ടുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ നശിച്ചിട്ടുണ്ടാകും, പക്ഷെ അതെവിടെയുണ്ട്? നശിച്ചിട്ടില്ല, അത് പുറത്തുണ്ട്. അതുകൊണ്ടല്ലേ അത് പോയാലും നമ്മൾ വേറൊരു കമ്പ്യൂട്ടർ വാങ്ങിയാലും ആ സോഫ്റ്റ്വെയർ എടുത്ത് ഇതിൻ്റെ അകത്ത് കൊണ്ട് ലോഡ് ചെയ്യുന്നു. അതുപോലെ നമ്മളിലുള്ള ജീവാത്മാവ് നമ്മൾ പോകുമ്പോൾ അതില്ലാതെ ആകുന്നുണ്ടെങ്കിലും പക്ഷേ അത് യഥാർത്ഥത്തിൽ നശിക്കുന്നില്ല, അതെവിടെയുണ്ട്? പുറത്തുള്ള പ്ലാനിൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഈ ശരീരവും ഇതിനകത്തുള്ള ആത്മാവും. ആത്മാവിന് നാശമില്ല, ഈ ശരീരം നശിക്കും. അപ്പോൾ ഇത് നശിക്കുന്നതാണ്. മറ്റേത് ജീവാത്മാവ് എന്നത് അനശ്വരനാണ്. അതാണ് രണ്ട് പുരുഷന്മാർ, ഒന്ന് നശിക്കുന്നതും ഒന്ന് നശിക്കാത്തത് നമ്മുടെ ജീവാത്മാവ്. ഇനി 17 എന്ത് പറയുന്നു നോക്കാം. 3 ലോകങ്ങളിൽ വ്യാപിച്ച ഭരിക്കുന്ന അനശ്വരനായ ആ പരമാത്മാവ്, ഈ 3 എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചാൽ നിയന്ത്രിക്കുന്ന ടോട്ടൽ പ്ലാനുണ്ട്, അതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷമുണ്ട്. അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ വിൻഡോ എന്ന് പറയുന്ന ആ വലിയൊരു സിസ്റ്റം അത് ലോകത്തിലുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ നമ്മളെ കമ്പ്യൂട്ടറിലെ ജീവാത്മാവ്. അതേമാതിരി നമ്മൾ ചെയ്യേണ്ട ജോലിക്ക് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം, അത് ജീവാത്മാവ്. പക്ഷെ മറ്റേത് അതിനൊന്നും നാശമില്ല, പക്ഷെ അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതാണ്. അതിനെ പരമാത്മാവ്, അതിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് പരമേശ്വരൻ, അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അത് മേൽപ്പറഞ്ഞ 2 പുരുഷന്മാരെക്കാട്ടിൽ നിന്നും ഭിന്നമാണ്. അത് നമ്മൾ ഈ ചെറിയ ജീവാത്മാവോ അല്ലെങ്കിൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആ പുരുഷനുമായിട്ട് അതിനെക്കാട്ടി എത്രയോ ഭിന്നമാണ്. അത് വലിയൊരു സംവിധാനമാണ്. അപ്പം ലോകത്തിൻ്റെ മുഴുവൻ പ്ലാനാണത് പരമാത്മാവ്, അതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തിയാണ്. അത് നമ്മുടെ ജീവാത്മാവായിട്ടൊന്നും അതിനെ താരതമ്യപ്പെടുത്താൻ പാടില്ല. ഇത് നമ്മളൊരു ചികള് കാര്യം. ഈ ലോകത്തിൽ നടക്കുന്ന കർമ്മങ്ങളെല്ലാം അതിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും? അതിലേതോ ഒരു നിസ്സാരമായി ചെറിയ കാര്യങ്ങളാണ് ഈ ആയുസ്സിലിടയ്ക്ക് ചെയ്യാനുള്ളത്. ഇത് രണ്ടിനെക്കാട്ടിയും വലുതാണ് അത്. 18 എന്ന് പറയുന്നു, നാശത്തിനതീതനും. അത് നാശത്തിനതീതനാണ്, നശിക്കാത്തതിനേക്കാൾ ഉത്തമനും. നമ്മളെ ജീവാത്മാവും നശിക്കുന്നില്ല, അത് പുറത്തുണ്ട്. നമ്മളെ ശരീരത്തിൽ കമ്പ്യൂട്ടറിൽ നമ്മളെ വിൻഡോസിൽ അടിച്ച് കളഞ്ഞാലും വൈറസ് കയറി നശിച്ചാലും അത് പുറത്തുണ്ട്. അപ്പം നമ്മളെ ജീവാത്മാവ് നശിക്കുന്നൊന്നുമില്ല, അത് പുറത്തുണ്ട്. പക്ഷെ അത് മറ്റേ വലുതിൻ്റെ ഭാഗം ഒരു ചെറിയ അംശമാണ്. അതുകൊണ്ട് ഈ നശിക്കാത്തതിനേക്കാൾ മഹത്തരമായ എന്നെ, അതായത് ആ വലുതിനെ പുരുഷോത്തമൻ എന്നറിയപ്പെടുന്നു. അതാണ് പുരുഷോത്തമൻ.
അപ്പോൾ ഈ സൂക്തത്തിൻ്റെ പേര് അല്ല, ഈ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ പുരുഷോത്തമ യോഗമാണ്. അതായത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വലിയ പ്ലാന് പുരുഷോത്തമൻ എന്ന പേരിലുണ്ട്. ഒരു വലിയൊരു പ്രോഗ്രാം, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതാണ് പരമാത്മാവ്. അതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തിയെ തന്നെയാണ് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. ഇത് 19 പുരുഷോത്തമനായ എന്നെ ഇപ്രകാരം മോഹരഹിതനായി അറിയുന്നു. ഒരു മോഹത്തിനും അടിമപ്പെടാതെ ഈ ഒരു സത്യം, ഇങ്ങനെയൊരു സംഗതിയുണ്ട്, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു പ്ലാനുണ്ട്, ആ പ്ലാനിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്, അതാണ് പ്രപഞ്ചമായി മാറാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന സത്യം അറിയുന്നവൻ എന്നെ ഭജിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ആ ശക്തിയെ ഭജിക്കുക എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കുക എന്ന അർത്ഥമേ ഉള്ളൂ. ഈ സത്യം മനസ്സിലാക്കുക, അല്ലാതെ വെറുതെ എന്തെങ്കിലും കത്തിച്ച് ഭജിക്കലല്ല, അല്ലെങ്കിൽ ഇങ്ങനെ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കലല്ല. ഈ അർത്ഥം മനസ്സിലാക്കണം, അതാണ് ഭജിക്കുക. ഇനി 20 എന്ത് പറയുന്നു? ഇപ്രകാരം ഞാൻ ഉപദേശിച്ച ഈ രഹസ്യമായ ഈ ശാസ്ത്രത്തെ, ഇപ്രകാരം ഞാൻ ഉപദേശിച്ച ഈ രഹസ്യമായ ശാസ്ത്രത്തെ, ഇത് വളരെ രഹസ്യങ്ങളടങ്ങിയ ഒരു ശാസ്ത്രമാണ്. അത് ശരിക്ക് ചിന്തിക്കുന്നവർക്കേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അറിയുന്നവൻ, അത് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ, ഇത് അംഗീകരിക്കാൻ കഴിവുള്ളവൻ, ഈ സത്യം മനസ്സിലാക്കാൻ കഴിവുള്ളവൻ ബുദ്ധിമാനും കൃതകൃത്യനായും ഭവിക്കും. കൃതകൃത്യതനായും ഭവിക്കും എന്ന് പറയുമ്പോൾ ബുദ്ധിമാനാണ്. ബുദ്ധിമാന്മാർക്ക് മാത്രമേ ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടറിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്കറിയാം, സോഫ്റ്റ്വെയർ എന്നൊരു സാധനം അതിന് രൂപമാകുമെന്നും പറയാനൊന്നും പറ്റില്ല. അങ്ങനെയൊന്നും ആവശ്യമുണ്ട്. ആ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യുക, ഒരു പ്ലാൻ ആവശ്യമുണ്ട്. അത് മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലെല്ലാം പഠിച്ചവർക്കെല്ലാം അറിയുന്നതാണ്. ഒരു പ്ലാനില്ലാതെ ഒന്നും ഇങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ പ്ലാനിൻ്റെ പിന്നിലൊരു ശക്തി വിശേഷമാണ്. അത് മനസ്സിലാക്കുന്നവന് കൃതകൃത്യനാവുക എന്തുകൊണ്ടാണ്? പിന്നെ അവന് ഒരു വേണ്ടാത്ത ശങ്കയോ ആശങ്കയോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം അതാണ് ഇതത്രയും കാട്ടിക്കൂട്ടുന്നത് എന്ന സത്യം അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ഞാൻ എന്ന ചിന്ത, അഹങ്കാരം, ഇതൊന്നും പിന്നെ അവനിൽ ഉണ്ടാവില്ല. അവൻ ആ സത്യം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ അവസ്ഥയിൽ എത്തും.